പ്രിയ, ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലാണ് ഏതാണ്ട് ട്രംപിന്റെ കാര്യങ്ങൾ. ട്രംപ് വരുമ്പോൾ എന്തൊക്കെയോ അങ്ങ് ചെയ്ത് മലമറിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ, ആകെ മൊത്തം നോക്കുമ്പോൾ അമേരിക്ക അതിൻ്റെ സാമ്പത്തിക സ്ഥിരതയിൽ നിന്ന് താഴേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയുണ്ട്. സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നു ഈ മൂപ്പർക്ക്, അതായത് ട്രംപിന് ഭ്രാന്താണ് എന്നുള്ളത്. എന്താണ് അവസ്ഥ? ശരിക്കും ഭ്രാന്താണോ? ശരിക്കും മിക്കി മൗസിന്റെ ബുദ്ധി പോലും ട്രംപിനില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. മിക്കി മൗസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്കറിയാമല്ലോ, ഏറ്റവും രസകരമായി അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്ന. പക്ഷേ മിക്കി മൗസിനുള്ള ഒരു കുഞ്ഞനെലിക്കുള്ള ബുദ്ധി പോലും ലോകം ഭരിക്കുന്നത് താനാണ് എന്ന് പറയുന്ന വെറുതെ വീമ്പിളക്കുന്ന ട്രംപിനില്ല. ട്രംപ് ഒരു ഭ്രാന്തനാണ്, ഇല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ, നമ്മൾ തുഗ്ലക്ക് എന്നൊക്കെ പറയില്ലേ, തുഗ്ലക്കിനേക്കാൾ വലിയ മണ്ടനാണ് ട്രംപ് എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും, അങ്ങനെ പരാമർശിക്കേണ്ടി വരും. യാതൊരു തെറ്റും പറയുന്നില്ല. ജെഫ്രി സാക്സിനെ അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധർ ഇതാണ് പറയുന്നത്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ, ഒരു സംഭാഷണത്തിൽ ഒരു ധനകാര്യമന്ത്രിയുമായിട്ട് ചേർന്ന് നടത്തിയ അഭിമുഖമാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, ട്രംപിൻ്റെ വ്യാപാര നയം എന്ന് പറയുന്ന അബദ്ധജടിലമാണ്. എങ്ങനെ ഒരു വ്യാപാര നയം ഉണ്ടാക്കാൻ പാടില്ല, അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ട്രംപ് കാണിക്കുന്നത്. അതായത് ട്രംപിന് എല്ലാവരുമായിട്ടും ഒരേ രീതിയിലുള്ള വ്യാപാര ബന്ധം നടത്തണം, അത് എല്ലാ രാജ്യങ്ങളുമായിട്ടും. അതല്ലാത്തവർക്ക് നേരെ തീരുവ ചുമത്തുമെന്നുള്ളതാണ്. അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ട്രംപിൻ്റേത് വൈകല്യം ബാധിച്ച നയമാണെന്ന് പറയേണ്ടി വരും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യമുണ്ട്. അതായത് ഒരു കുറേ മൃഗങ്ങളെ വിളിച്ചിരിക്കും, മാന്, മുയല്, ആമ, മീന്, മയില്, കുയില്, ഇതെല്ലാം വെച്ചിട്ട് കുരങ്ങനും ഒക്കെ ഉണ്ടായി കൂട്ടത്തിൽ, ഒരു പുലിയും ഉണ്ട്. എന്നിട്ട് പറയുന്ന ആ മരത്തിൽ പെട്ടെന്ന് ആര് കയറും അവനാണ് മിടുക്കൻ എന്ന് പറയുന്നത് പോലെയാണ്. അല്ലെങ്കിൽ തെങ്ങിനും കമുകിനും ഒരേ തളപ്പിടുന്നത് പോലെയാണ്. അത് വ്യത്യസ്തമായ രാജ്യങ്ങളോട് വ്യത്യസ്തമായ രീതിയിലുള്ള വ്യത്യസ്ത നയങ്ങളും സമീപനങ്ങളും സ്വീകരിക്കേണ്ട ഇടത്ത് ഈ പറയുന്ന തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് തൻ്റെ രാജ്യത്തിന് ലാഭം ഉണ്ടാക്കാമെന്ന് പറയുന്ന മണ്ടൻ സിദ്ധാന്തം ഒരിക്കലും ഒരു സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ അവസരോചിതമായിട്ട് നമ്മൾ എങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഓരോ രീതിയിലല്ലേ പെരുമാറുക. മനുഷ്യൻ പോലും ഭാര്യയോട് പെരുമാറുന്ന രീതിയിലല്ല മകളോട് പെരുമാറുന്നത്, മകളോട് പെരുമാറുന്ന രീതിയിലല്ല അമ്മയോട് പെരുമാറുന്നത്, അമ്മയോട് പെരുമാറുന്ന രീതിയിലല്ല അച്ഛനോട് പെരുമാറുന്നത്, അച്ഛനോട് പെരുമാറുന്ന രീതിയിലല്ല സഹോദരങ്ങളോട് പെരുമാറുന്നത്, അതുപോലെയല്ല അയൽക്കാരനോട് പെരുമാറുന്നത്, അതുപോലെയല്ല അധ്യാപകനോട് പെരുമാറുന്നത്, അതുപോലെയല്ല സഹപാഠിയോടോ ഇല്ലെങ്കിൽ കൊളീഗിനോടോ പെരുമാറുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയാത്ത, കോമൺ സെൻസ് ഇല്ലാത്ത, ഏറ്റവും സാധാരണമായ ലോജിക്ക് ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ, ഇല്ലെങ്കിൽ എന്തോ ചിത്തഭ്രമം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥയോടുകൂടി ഒരാൾ സാമ്പത്തിക സ്ഥിതിയെ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടേ ട്രംപിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുള്ളൂ. ട്രംപ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. തൻ്റെ ശേഷിക്കുറവിനെ ഇല്ലെങ്കിൽ തൻ്റെ കഴിവില്ലായ്മയെ ട്രംപ് കാണുന്നില്ല എന്നുള്ളത് ജെഫ്രി സാക്സ് എടുത്തു കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ട് തന്നെയുള്ള ഒരു കാര്യം നോക്കാം. ജെഫ്രി സാക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വരുമാനത്തിൽ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പ്രശ്നമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പ്രതിവർഷം $2 ട്രില്യൺ ചിലവഴിക്കുമ്പോൾ അത് ഇറക്കുമതിയായി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇറക്കുമതിയായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇറക്കുമതി നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് വളർച്ച വന്നുകൊണ്ടിരിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതികൾ. നമ്മൾ ഈ പദ്ധതിയിലൂടെ ഓരോരോ പുതിയ സംരംഭങ്ങൾ തുടങ്ങി ലോകത്തിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും നമുക്ക് കാണാമല്ലോ, ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം. അതവിടെ ഒരു സ്റ്റേഷനിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. ഒരു പുതിയ ഉൽപ്പന്നം അവിടെ നിർമ്മിച്ച് കൊണ്ടുവച്ച് വിൽക്കുകയാണ് ഒരാളിരുന്നിട്ട്. അത് ഓരോ സ്റ്റേഷനുകളിൽ നിന്നും എല്ലാ സ്റ്റേഷനുകളിലേക്കും പോകും. ഞാനിപ്പോൾ അലുവയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചോളൂ. എൻ്റെ സ്റ്റേഷൻ, ആലുവയിലെ സ്റ്റേഷനിൽ ഞാൻ ഇരുന്നിട്ട് അലുവ വിൽക്കുക. ഞാനിത് 100 സ്റ്റേഷനുകളിലേക്ക് അയക്കും. 100 സ്റ്റേഷനുകളിൽ ഇതുപോലത്തെ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ അപ്പോൾ ഓരോ പ്രോഡക്റ്റ് ഓരോ സ്റ്റേഷനുകളിൽ നിന്ന്, അപ്പോൾ 100 സ്റ്റേഷനുകളിൽ നിന്നാകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്റ്റേഷനിൽ 100 പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ വിൽക്കാനുണ്ട്. ആ 100 പ്രോഡക്റ്റ് ഞാൻ 100 സ്റ്റേഷനുകളിലേക്ക് അയച്ചു. അപ്പോൾ 100 സ്റ്റേഷനുകളിൽ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള വ്യാപാരം. അപ്പോൾ ഈ വ്യാപാരം ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ഉൽപ്പാദനം നടത്തണം. അവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനത്തിനുള്ള പ്രോത്സാഹനം നടത്തണം, അവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരണം. ഇത് ചെയ്യുകയാണ് ഇന്ത്യ. സിംപ്ലി അതാണ് ചെയ്തത്. ഇന്ത്യ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഒരുക്കി കൊടുത്തു. നമ്മൾ യു പിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യു പി നിറയെ ഫാക്ടറികളാണ്. ഗുജറാത്ത് നിറയെ, മഹാരാഷ്ട്ര നിറയെ, മധ്യപ്രദേശ് നിറയെ, തമിഴ്നാട് നിറയെ ഫാക്ടറികളാണ്.
ഈ തമിഴ്നാട് കിടന്ന കേന്ദ്രമായിട്ട് അടികൂടുമല്ലോ, അവർ കൃത്യമായി വേണ്ടതെല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യാത്ത ഒരൊറ്റ സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അവിടേക്ക് വരേണ്ടതെല്ലാം വന്നുകൊള്ളും എന്നുള്ളതാണ്. അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഒരു പൂമ്പാറ്റ വേണമെങ്കിൽ പൂമ്പാറ്റയെ ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറന്നു പോവുകയുള്ളൂ. പകരം ഒരു പൂന്തോട്ടം വളർത്തിയാൽ പൂമ്പാറ്റകൾ അവിടേക്ക് വിരുന്ന് വരും. അപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കുകയാണ്. പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കുമ്പോൾ പൂമ്പാറ്റ പറന്നകലുകയേ ഉള്ളൂ. നമ്മളൊരു കിളിയെ പിടിക്കാൻ പോയി എങ്ങനെ ഇരിക്കുക, ദൂരടുത്ത് നിന്നെടുത്തു നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിരുന്ന് പാടിക്കൊണ്ടിരുന്നെങ്കിൽ ദൂരേക്ക് പോകും. ഇപ്പം ട്രംപ് ചെയ്തിരിക്കുന്ന പരിപാടി ഇത് തന്നെ. തൻ്റെ നാട്ടിലെ വികസനത്തെ, തൻ്റെ നാട്ടിലെ ഉൽപ്പാദനത്തെ ശ്രദ്ധിക്കാതെ, അവിടുത്തെ കാര്യങ്ങളിൽ നോക്കാതെ ചെലവഴിക്കുന്നത് കണ്ടമാനം ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങൾ, ഉക്രൈനിലേക്കൊക്കെ സാമ്പത്തികം ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പണം പമ്പ് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർക്കണം. യൂറോപ്പിനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇല്ലെങ്കിൽ ഇറാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് കോടിക്കണക്കിന് രൂപ, ട്രില്യൺ ഡോളറുകൾ കൊണ്ട് ചെലവഴിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിരത നോക്കാതെ രാജ്യത്തിൻ്റെ, അതുകൊണ്ടാണ് കടമെടുപ്പ് ശേഷിയൊക്കെ അമേരിക്കയൊക്കെ ഉള്ളത് അന്താരാഷ്ട്ര ഏജൻസികൾ വെട്ടിക്കുറയ്ക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ സാമ്പത്തികമായി പടുകുഴിയിൽ നിന്ന് കിണറിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പടുകുഴിയല്ല, അത് കിണറായി മാറിയിരിക്കുകയാണ്. ആ കിണറ്റിലേക്ക് താഴ്ന്ന് പാതാളത്തോളം താഴാൻ പോകുന്നു. അതിൻ്റെ ദുരന്തത്തിൻ്റെ മുഖത്താണ് അമേരിക്ക നിൽക്കുന്നത് എന്നതാണ്. സാമ്പത്തിക നികുതി ഈ പറയുന്ന സമ്പന്നന്മാർക്കുണ്ടല്ലോ, അവർക്ക് നികുതി കുറച്ച് കൊടുക്കും. പക്ഷേ രാജ്യത്തിൻ്റെ ചിലവ് കുറയ്ക്കില്ല. അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു അബദ്ധം. ജെഫ്രി സാക്സ് അതിനെ എടുത്തു പറയുന്നുണ്ട്. ലോകത്തിൻ്റെ വളർച്ചയാണ് ട്രംപ് ഇതിലൂടെ മുരടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പുറകോട്ടടിക്കുകയാണ് ലോകത്തിൻ്റെ വളർച്ച. ഓഹരി വിപണിയിൽ $10 ട്രില്യൺ മൂല്യം ഇല്ലാതായിപ്പോയി. $10 ട്രില്യൺ മൂല്യമാണ് ഓഹരി വിപണിയിൽ മാത്രം ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. ഇതൊന്നും ഈ ട്രംപിന് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ അത് ട്രംപിൻ്റെ ഏകാധിപത്യപരമായ നയമാണ് എന്ന് സാക്സ് തന്നെ പറയുന്നുണ്ട്. ഒരു പ്രസിഡന്റ് എടുക്കേണ്ട നിലപാടല്ല, ഒരു തീരുമാനമല്ല, ഇത് കോൺഗ്രസ് എടുക്കേണ്ടതാണ്. അവിടുത്തെ ജനാധിപത്യത്തെ, US-ന്റെ ഭരണഘടനയെ, അതിനെയെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള കോമാളിത്തരമാണ് ട്രംപ് കാണിക്കുന്നത്. ട്രംപിന് ബിസിനസ് താല്പര്യമുണ്ട്. ഓരോ രാജ്യങ്ങളെടുത്തും ചെന്നിട്ട് തൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നു. അതാണ് ഈ ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ട്രംപ് അധികാരത്തിൽ വരാൻ ശ്രമിച്ചത് ട്രംപിന്റെ ബിസിനസ്സുകൾക്ക് ഒരു ഉണർവ് നൽകാൻ വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടി വരും. അമേരിക്ക ഗ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല, ട്രംപിന്റെ കുടുംബം ഗ്രേറ്റ് ആക്കാനാണ്. ആദ്യഘട്ടത്തിൽ ഒന്നാം ടൈമിൽ ഇരുന്നപ്പോൾ തകർന്ന ബിസിനസ് തിരിച്ചു പിടിക്കാനാണ്. വ്യാപാര യുദ്ധങ്ങൾ കൊണ്ട് ഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾക്കുള്ള നഷ്ടം മാത്രമാണ് സംഭവിക്കുക. അല്ലാതെ ആർക്കും ഒരു ഗുണമുണ്ടല്ലോ. ട്രംപിന്റെ പ്രധാനപ്പെട്ട വാദം എന്താണെന്നറിയാമോ? തൻ്റെ രാജ്യത്തിൻ്റെ പിന്നോട്ടടിക്ക് കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ കള്ളക്കളിയാണെന്നാണ്. ഇത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. ഒരാൾ വരുമാനത്തെ കൂടുതൽ ചെലവഴിക്കുന്നത് പോലെ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുമ്പോഴാണ് വ്യാപാര കമ്മി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ്. അമേരിക്ക പ്രതിവർഷം $2 ട്രില്യൺ ചെലവഴിക്കുമ്പോൾ ആ പണം ഇറക്കുമതിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്, വേറൊന്നുമല്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വ്യാപാര യുദ്ധങ്ങൾ കൊണ്ട് രാജ്യത്ത് ഇപ്പോൾ അമേരിക്ക വിശ്വാസം ആർക്കൊക്കെ പോയി? നമുക്ക് എല്ലാവർക്കും പോയി. ഇന്ത്യക്ക് പോയി, ചൈനയ്ക്ക് പോയി, റഷ്യക്ക് പോയി. ഇത് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട് അവർക്ക് ആകെ പാകിസ്ഥാൻ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇസ്രയേലിന് പോലും അമേരിക്കയെ വിശ്വാസമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം വ്യാപാര നിയന്ത്രണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിരുന്നു. നമുക്ക് ഇത് ലോകത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ഒരുപാട് തടസ്സപ്പെടുത്തിയ ഒരു കാര്യവും കൂടിയാണിത്. 20 വർഷമായി ലോക സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന വളർച്ചാ എഞ്ചിനായിരുന്നു വ്യാപാരം. വ്യാപാരത്തിലാണല്ല, ആ വ്യാപാരത്തിൽ അതിൻ്റെ കട്ടയ്ക്കൽ കത്തിവെക്കുകയാണ് ട്രംപ് ചെയ്തതെന്നുള്ളതാണ്. ഏഷ്യയിലെ 1 ബില്യൺ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് ഈ പറയുന്ന വ്യാപാരമാണ്. നമ്മൾ ട്രേഡ് കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെസഷൻ പീരീഡ് വന്നു പോയപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായ പ്രതിസന്ധി എന്തൊക്കെയായിരുന്നു എന്ന്. ഇത് ഒരു യുക്തിയും ഇല്ലാത്ത കുറേ നയങ്ങൾ ട്രംപ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരുമായിട്ട് തുല്യ വ്യാപാരം വേണമെന്നൊക്കെയാണ് ട്രംപിൻ്റെ വാശി എന്നുള്ളത്. ആ വ്യാപാരങ്ങൾ അങ്ങനെയാണ്. ഒരു രാജ്യവുമായിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ US-നെ അത് അധികമായിട്ട് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നെങ്കിൽ US-നെ അവർ പറ്റിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് എന്നും ജെഫ്രി സാക്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സംരക്ഷക നയങ്ങൾ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളെ നേരിടുന്നതിന് രാജ്യങ്ങളെ പ്രാപ്തിയല്ലാതാക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കാർബൺ എമിഷൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ
പ്രകൃതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, ആഗോളതാപനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് ഒരു സഹകരണവും കൂടെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഈ വ്യാപാര യുദ്ധം വന്ന് നമ്മളുടെ ടേംസ് തെറ്റി നമ്മൾ മറ്റു കാര്യത്തിൽ സഹകരിക്കുമോ? ഇനി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യുമോ? പ്രതിരോധ വലിയ കരാറിന് എന്തെങ്കിലുമൊക്കെ? കാരണം നമുക്ക് ട്രസ്റ്റ് പോയി, ട്രസ്റ്റ് ഇല്ലാതായി, വിശ്വാസ്യത നശിച്ചെടുത്താണ് അമേരിക്ക. അതാണ് ട്രംപ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. ട്രംപിൻ്റെ നയങ്ങൾ US ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് പറയാൻ തന്നെ കാരണം അതാണ്. US-ൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളത്. ഈ നയമാണ്, വികലമായ നയം കൊണ്ട് ആ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. നമ്മൾ നേരത്തെ ചർച്ച പറഞ്ഞ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ സ്ഥിരപ്പെടുകയാണ്, സുസ്ഥിരമാവുകയാണ്. അമേരിക്ക നേരെ മറിച്ച് അസ്ഥിരമാവുകയാണ്. ഇത് ഏറ്റവും മണ്ടനാണ് ട്രംപ് എന്നുള്ളത് തെളിയിക്കാൻ ഇതിനപ്പുറം വേറൊരു തെളിവുകളുടെയും ആവശ്യമില്ല. ട്രംപ് മണ്ടനാണെന്ന് ട്രംപ് തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.